ഹായ്, എല്ലാ കൂട്ടുകാർക്കും സൺ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ ഹൈ റൈഡറിൻ്റെ ബേസ് വേരിയൻ്റ് ആണ്. ഓണം ഓഫറായിട്ട് ഏകദേശം 1,89,900 രൂപയുടെ ഓഫറാണ് ഹൈ റൈഡറിന് കൊടുത്തിരിക്കുന്നത്. അത് ബേസ് വേരിയൻ്റ് തൊട്ടേ അവൈലബിൾ ആണ്. ബേസ് വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ സെയിം ഓഫറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓണം ഓഫറായിട്ട് അഡീഷണലി വരുന്നത് നിങ്ങൾ കാണുന്ന പ്രസ്റ്റീജ് കിറ്റ് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനം ബേസ് വേരിയൻ്റ് ആണ്. ഇതിനകത്ത് പ്രസ്റ്റീജ് കിറ്റ് ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാമാണ് പ്രസ്റ്റീജ് കിറ്റിൽ വരുന്നത്, ഈ വാഹനത്തിൽ വേറെ എന്തെല്ലാം ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. 2025 മോഡൽ ഹൈ റൈഡറിൻ്റെ ബേസ് വേരിയൻ്റ് ആണ്. പ്രസ്റ്റീജ് എഡിഷൻ എന്ന് പറഞ്ഞ കിറ്റ് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 22,000 രൂപയാണ് കിറ്റിൻ്റെ കോസ്റ്റ് വരുന്നത്. ആ കിറ്റ് നിങ്ങൾക്കിപ്പോൾ ഓണം ഓഫറായിട്ട് ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത്. നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ബേസ് വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മുടെ ഹൈ റൈഡറിൻ്റെ ഈ ഒരു ബേസ് വേരിയൻറ്റ്. അതിൽ ഒന്നാമത്തെ റീസൺ നിങ്ങൾക്ക് ഈ ബേസ് വേരിയൻറ്റ് തൊട്ടേ ഈ ഒരു ബ്ലാക്ക് കളർ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗ്രാൻഡ് വിറ്റാരനേക്കാളും കുറച്ചും കൂടിയും ഫീച്ചറിസ്റ്റിക് ആണ് ഇപ്പോൾ ഹൈ റൈഡർ. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഇത് ആരും ബേസ് വേരിയൻ്റ് ആണെന്ന് പറയില്ല. കാരണം ഒരു മിഡ് വേരിയൻ്റ് അല്ലെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കാണ് ഈ വാഹനത്തിന് വരുന്നത്. ഇപ്പോൾ നമുക്ക് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഹൈ റൈഡർ എന്ന് പറയുന്ന ബാഡ്ജിങ് ഇതിനകത്ത് വരുന്നതല്ല, അത് ആ കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത് കൊണ്ട് അതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ക്രോം ഇൻസേർട്ട് ഈ വാഹനത്തിൽ വരുന്നതാണ്. ഈ താഴെ കാണുന്ന ഈ ഒരു ക്രോം ആക്സസറി കിറ്റിൻ്റെ ഭാഗമാണ്. നമുക്ക് ഫ്രണ്ടിൽ DRL കാണാം, ഡ്യുവൽ യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ്. സെൻറ്ററിൽ നമുക്ക് ടൊയോട്ടയുടെ ലോഗോ ഒരു സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്ന പ്രൊജക്ടഡ് ഹെഡ്ലൈറ്റ് ആണ്, അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. ചുറ്റുപുറവും നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഫ്രണ്ടിൽ ഈ കാണുന്ന ഒരു ക്രോം ഇൻസേർട്ടും ആക്സസറി കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. താഴെ നമുക്കൊരു സിൽവർ ഫിനിഷ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 200 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലെ ഈ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ബേസ് വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഈ സെഗ്മെൻറ്റിലെ മറ്റേത് വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാലും ബേസ് വേരിയൻ്റ് ആണെന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഹൈ റൈഡറിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇതൊരു ബേസ് വേരിയൻ്റ് ആണെന്ന് ഫീൽ ചെയ്യില്ല. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ട് വരുന്ന അലോയ്സ് മാത്രമാണ്. ഒരു അലോയ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കാണ്. റൂഫ് റെയിൽസ് വരുന്നില്ല. റൂഫ് റെയിൽസ് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഈ അലോയ്സ് ചെയ്യുന്ന സമയത്ത് ടയേഴ്സ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ടയേഴ്സ് സിമിലർ ആണ്. 215 60R17 ബേസ് വേരിയൻ്റ് ടോപ്പ് എൻഡ് വരെ സെയിം ടയർ സൈസുകളാണ്. ഇപ്പോൾ ഇതിനകത്ത് ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു സ്റ്റീൽ വീലുകളാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് സിൽവർ ഫിനിഷിൽ വീൽ കപ്പ് കാര്യങ്ങൾ കാണാം. നടുക്ക് ടൊയോട്ടയുടെ ലോഗോ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. വശങ്ങളിൽ കാണുന്ന ഈ ക്രോം ബാറും നമുക്ക് ആക്സസറി കിറ്റിൻ്റെ ബാഗായിട്ട് വരുന്നതാണ്. ബോട്ടം പോട്ടെല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന ഒരു ക്രോം ഇൻസേർട്ടും ആക്സസറി കിറ്റിൻ്റെ ഭാഗമാണ്. മിറേഴ്സ് നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതിൽ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഡോർ ഹാൻഡിൽസ് മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഈ ഒരു B പില്ലറിൻ്റെ C പില്ലറിൻ്റെ പോർഷൻസ് നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഈ വാഹനം ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് നിങ്ങൾക്കത് എടുത്ത് കാണിക്കാത്തത്. മറ്റേത് കളറിലുള്ള ഹൈ റൈഡറിൻ്റെ ബേസ് വേരിയൻറ്റ് വാങ്ങിയാലും ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ഗ്ലോസി മീൻസ് ബോഡി കളറിലേ ലഭിക്കുകയുള്ളൂ. ഇത് ബ്ലാക്ക് ഫിനിഷിലും ഇത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുമാണ് വരിക. അപ്പോൾ മറ്റേതെങ്കിലും കളറാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ ഈ രണ്ട് പോർഷൻ നിങ്ങൾ ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇത് നിങ്ങൾക്ക് ഐദർ ഈ ഒരു രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അത് മാറ്റ് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ എടുക്കുന്നത് കൊണ്ടുള്ള മറ്റ് അഡ്വാൻറ്റേജസ് ആണ് ഞാൻ പറഞ്ഞത്. അത്രയും പൈസ നമ്മൾ അഡീഷണലി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇവിടെ നമുക്ക് റെയിൻ ഗാർഡ് വരുന്നുണ്ട്. അതിനകത്ത് ക്രോം ഇൻസേർട്ടുള്ള റെയിൻ ഗാർഡുകളാണ്. അതും ആക്സസറി കിറ്റിൻ്റെ ഭാഗമാണ്. ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റിന വരും. സൺറൂഫ് ഒന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അലോയ്സും കൂടി വന്നു കഴിഞ്ഞാൽ പക്കാ ടോപ്പ് എൻഡിൻ്റെ ലുക്കാണ് ഈ വാഹനം. നമുക്ക് ഈ ടൈലൈറ്റിൻ്റെ ഈ പോർഷനിൽ കാണുന്ന ഈ ക്രോം ഇൻസേർട്ടും ആക്സസറി കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക്. മറ്റ് വേരിയൻറ്റുകളോട് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിൽ നിന്ന് വരുന്ന ഒരു ഡിഫറൻസ് ബാക്കിൽ വൈപ്പർ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ നമുക്ക് ടോപ്പിലായിട്ട് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഡിസൈൻ തന്നെ ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് വരുന്നത്. ബാക്കിലെ ഡിഫോഗറുള്ള ഗ്ലാസ്സുകളാണ്. ഇവിടെ കൈറിലേറ്റുമായിട്ട് വന്നൊരു ബാഡ്ജിങ് ആണ്. ഈ ക്രോം ഇൻസേർട്ട് ഇതിനകത്ത് വരുന്നതല്ല, അത് ആ പ്രസ്റ്റീജ് പാക്കേജിൻ്റെ ഭാഗമാണ്. നമുക്ക് സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ടൈലൈറ്റ് ഫുൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അകത്ത് സ്റ്റോപ്പ് ലൈറ്റും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ്, അത് ഹാലജനായിട്ടാണ് വരുന്നത്. ഇത് ബേസ് വേരിയൻ്റാണ്. ഈ ആ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. നിയോ ഡ്രൈവ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം.
നമുക്ക് വേണമെങ്കിൽ ഈ സാധനം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് വേരിയൻറ്റിൻ്റെ സിമിലർ ലുക്കാണിപ്പോൾ. ഈ കാണുന്ന ക്രോം ഇൻസേർട്ടും ആ പ്രസ്റ്റീജ് കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബമ്പറിൻ്റെ പോർഷൻസ് അവർ ബ്രഷ്ഡ് സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സാണ് വരുന്നത്. അവിടെ അർബൻ ക്രൂയിസർ ഹൈ റൈഡർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങും കാണാം. ഇതിപ്പോൾ ബേസ് വേരിയൻ്റ് ആകുന്നതുകൊണ്ട് മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ സംഭവങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പാഴ്സൽ ട്രേ വരുന്നില്ല. പാഴ്സൽ ട്രേ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ബേസ് വേരിയൻ്റ് നമുക്ക് 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ഇപ്പോൾ 2025 വന്ന അപ്ഡേറ്റ് ആണ്. സ്പെയർ വീൽ ഒഴിവാക്കിയിട്ടുണ്ട്. പകരം പഞ്ചർ കിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്പെയർ വീലിൽ ഒഴിവാക്കിയത് കൊണ്ട് അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്ക് ശരിക്കും ലഭിക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സ്പെയർ വീല് വേണം. അത് നിങ്ങൾ ഷോറൂമിൽ നിന്ന് ഒരു ആക്സസറി ആയിട്ട് ഒരു വീല് മേടിച്ച് വെക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ വാഹനത്തിൽ കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയൻറ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. അതിന് നടുക്കൊരു സിൽവർ ലൈൻ മാത്രമാണ് അഡീഷണലി വരുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു സിൽവർ ബാർ കാണാം. ഡോർ ഹാൻഡിൽസ് നമുക്ക് ബ്ലാക്ക് ഫിനിഷിലാണ്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരുന്നു. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിരുന്നു, അതിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഇവിടെ സ്പീക്കർ ഗില്ല് കൊടുത്തിരിക്കുന്നു. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മളുടെ ഗ്രാൻഡ് വിറ്റാര ബേസ് വേരിയൻറ്റിൽ നിന്ന് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ബേസ് വേരിയൻ്റ് ആണ്. മാനുവൽ മാത്രമേ ഉള്ളൂ. എന്നാലും ഡെഡിക്കേറ്റഡ് റെഡ് പെഡൽ കാണാം. ഫ്യൂൽ ലിഡ്, പിന്നെ നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യാനും താഴെ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതിന് ചുറ്റുമെല്ലാം നമുക്കൊരു ക്രോം ഫിനിഷ് കാണാനായിട്ട് പറ്റും. ബേസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പഴയ ഹൈ റൈഡറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന മേജർ ഡിഫറൻസ് നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒഴിവാക്കി എന്നുള്ളതാണ്. ഇതിന് മുമ്പ് വന്നിരുന്ന ഹൈ റൈഡർ ബേസ് വേരിയൻറ്റുകളിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ മ്യൂസിക് സിസ്റ്റം ആക്സസറൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് പുറത്തുനിന്നോ ഷോറൂമിൽ നിന്നോ സ്റ്റിയറിംഗ് കൺട്രോൾസ് ആക്സസറി ആയിട്ട് ഈ സ്റ്റിയറിംഗിൽ തന്നെ അല്ലെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ സ്റ്റിയറിംഗിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ ബേസ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ്. നറുക്കി ടൊയോട്ടയുടെ ഒരു ലോഗോ. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് ആ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒഴിവാക്കിയെന്നറിയില്ല. അതെന്താണെങ്കിലും ഒരു പ്രീമിയം ലുക്ക് തരുന്നൊരു സംഭവമായിരുന്നു. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല. സ്പീഡോമീറ്ററും RPM അനലോഗ് എടുത്ത് കൊടുക്കുന്നു. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിന് എഞ്ചിൻ ടെമ്പറേച്ചറും ഫ്യൂൽ ഗേജും അനലോഗാണ്. ആ ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ ഇപ്പോഴും നമ്മുടെ ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു നിയോ ഡ്രൈവിൻ്റെ ഫീച്ചേഴ്സ് ഉൾപ്പെടെ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മ്യൂസിക് സിസ്റ്റം വരുന്നില്ല. നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് എത്ര ഇഞ്ചിൻ്റെ വേണമെങ്കിലും ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ ആക്സസറി ചെയ്യാം. ഇതിനകത്ത് എനിക്കൊന്ന് 11 ഇഞ്ചിൻ്റെ വരെയൊക്കെ സിസ്റ്റം സുഖമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹസാർഡ് ലൈനിൻ്റെ ബട്ടൺ കൊടുത്തിരുന്നു. ഇവിടെ ആ ഒരു സിൽവർ ഫിനിഷ് കാണാം. AC വെൻസിനകത്ത് ആ ഒരു സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. താഴേക്ക് വന്ന ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ് ബേസ് വേരിയൻ്റ് തൊട്ട് വരുന്നുണ്ട്. അത് താഴെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കാണാം. ഇതാണ് കീ വരുന്നത്. ടൊയോട്ടയുടെ തനത് കീ, ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ ടൊയോട്ടയുടെ മാരുതിയിലെ എല്ലാ വാഹനങ്ങളും കണ്ടുവന്നിരുന്ന സെയിം കീ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗിയർ ലിവറിന് ടോപ്പിൽ ആ ഒരു ഗ്ലോസി ഫിനിഷ് ഒഴിവാക്കിയിട്ടുണ്ട്. 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംബ്രസ്റ്റ് ബേസ് വേരിയൻ്റ് ഉൾപ്പെടുത്തുന്ന അതിൻ്റെ ടോപ്പിലൊരു സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഹൈ റൈഡറിൻ്റെ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു SRS എയർ ബാഗിൻ്റെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. സീറ്റുകൾ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് എന്താണെങ്കിലും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന സീറ്റുകളാണ്. നല്ല കംഫർട്ടായിട്ട് നല്ല തൈ സപ്പോർട്ടൊക്കെ ഉള്ള സീറ്റുകൾ കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. ക്വാർട്ടർ റിവേഴ്സൽ സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. മാനുവൽ ഡിമ്മിങ്ങൾ IRVMs കൊടുത്തിരിക്കുന്നു. റീഡിംഗ് ലൈറ്റ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബാക്കി യാത്രക്കാരെ കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും അതിനകത്തും
ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡ് നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കും. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കാണാം. പവർ വിൻഡോന്റെ കൺട്രോൾ, ഇവിടെ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കും. താഴേക്ക് സ്പീക്കർ ഗ്രില്ല്, ബോട്ടിൽ ഹോൾഡേഴ്സ്. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ബേസ് വേരിയന്റ് തൊട്ട് വരുന്നുണ്ട്. അതിന് താഴെ ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ ബേസ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. സെന്റർ ആംറെസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഐസോഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻസും കാണാനായിട്ട് പറ്റും. നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റിൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് റൂം കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അത് ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാൻ അതിനകത്ത് ഹുക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ മിസ്സിംഗ് ആയിട്ട് തോന്നുന്നു ബാക്കിലെ പാർസൽ ട്രേ ആണ്. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഹൈ റൈഡറിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ട് ഇപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, 4 വീലിലേക്ക് ഡിസ്ക് ബ്രേക്ക്, സീറ്റ് ബെൽറ്റ്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ കൊടുക്കാൻ പറ്റുന്ന ഒരുവിധ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് ടൊയോട്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രയഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ് ബേസ് വേരിയന്റിൽ വരുന്നത് വിത്ത് നിയോ ഡ്രൈവ് ടെക്നോളജി. അതുകൊണ്ട് മൈലേജ് കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ലഭിക്കും. ബേസ് വേരിയന്റിൽ 5 സ്പീഡ് മാനുവലും സെക്കൻഡ് വേരിയന്റ് തൊട്ടേ നമുക്ക് 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. 103 HP പവർ വരുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിൻ. മൈലേജ് ആണ് മെയിൻ അഡ്വാൻറ്റേജ്. കാരണം 20 കിലോമീറ്ററൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. 15-നും 16-നും ആവറേജ് മൈലേജ് ഇത്രയും വലിപ്പമുള്ള ഒരു വാഹനത്തിന് നമുക്ക് ലഭിക്കും. നമുക്ക് ഹൈ റൈഡറിൽ പിന്നെ സ്ട്രോങ് ഹൈബ്രിഡ് ഓപ്ഷനും അവൈലബിൾ ആണ്. 120 HP അടുത്താണ് പവർ വരുന്നത്. അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാൻ തന്നെ മൈലേജ് ആണ്. ആ എഞ്ചിൻ നിങ്ങൾക്ക് 28 കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. സിറ്റിയിലൊക്കെ ഒരു 24-25, ഹൈവേയിൽ ഒരു 22-23 മൈലേജ് ലഭിക്കും. കാര്യം ഹൈവേയിൽ ഓടുന്ന സമയത്ത് കൂടുതൽ ആ വാഹനം റൺ ആവുന്നത് എഞ്ചിനിലും കുറച്ചായിരിക്കും ബാറ്ററിയിൽ റൺ ആവുള്ളൂ. അതുകൊണ്ടാണ് ഹൈവേയിൽ മൈലേജ് കുറച്ച് കുറയും. സിറ്റിയിൽ അത്യാവശ്യം നല്ല മൈലേജും ലഭിക്കുന്നത്. സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ CVT മാത്രമേ വരുന്നുള്ളൂ. മാനുവൽ ഒന്നും തന്നെ അതിനകത്ത് വരുന്നില്ല. ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമുക്ക് ഓണം ഓഫറായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞോണം 1,89,000 രൂപ വരെയാണ് ഓണം ഓഫർ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് 32,500 രൂപ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓണം ഓഫറായിട്ട് 22,000 രൂപയുടെ കിറ്റ് ആക്സസറി ആയിട്ട് കിട്ടുന്നുണ്ട്. അത് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ലഭിക്കുന്നത്. കോർപ്പറേറ്റ് ഓഫർ 35,000 രൂപ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് സർട്ടൺ കോർപ്പറേറ്റ് കമ്പനികളിൽ ഉള്ളവരാണ് എങ്കിൽ 35,000 രൂപ ഓഫർ ലഭിക്കും. പിന്നെ റൂറൽ ഓഫർ എന്നും പറഞ്ഞ് നിങ്ങൾ റൂറൽ ഏരിയയിലൊക്കെ ഉള്ളതാണ്, അതായത് ഗ്രാമപഞ്ചായത്ത് ഏരിയകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ അഡീഷണൽ ഓഫർ ലഭിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ടൊയോട്ടയുടെ പഴയ വാഹനമായിട്ടാണ് ഈ വാഹനം എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ 30,000 രൂപ അഡീഷണൽ ഓഫറും ലഭിക്കുന്നുണ്ട്. ഈ ഓഫറുകളെല്ലാം എലിജിബിൾ ആവുകയാണെങ്കിലാണ് നിങ്ങൾക്ക് 1,89,000 രൂപ വരെ ഓഫർ കിട്ടുക. അതല്ല, നോർമൽ ഓഫറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32,000 രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട്, റൂറൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ്, അങ്ങനെ 1-2 ഓഫറുകളായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ലഭിക്കുന്ന ഓഫർ. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് പറയുമ്പോൾ ഈ എല്ലാവർക്കും ലഭിക്കുന്ന ഓഫറിന് ശേഷമുള്ള പ്രൈസാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ടൊയോട്ടയുടെ പുതിയ 3+3 ഇയർ എന്ന് പറയുന്ന ഇൻഷുറൻസ് പ്രോഗ്രാം. നമ്മൾ ആ ഇൻഷുറൻസ് അഡീഷണലി ആഡ് ചെയ്യുന്നുള്ള പ്രൈസാണ് ഓൺ റോഡ് പ്രൈസ് ആയിട്ട് പറയുന്നത്. അതായത് നിലവിൽ നിങ്ങൾ ഏത് വാഹനം ഏത് ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാലും 1 ഇയറിന്റെ ഫുൾ കവർ ഇൻഷുറൻസും 2 കൊല്ലത്തേക്കുള്ള തേർഡ് പാർട്ടി ഇൻഷുറൻസുമാണ് വരുന്നത്. ടൊയോട്ടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 3+3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 3 കൊല്ലത്തേക്കുള്ള ഫുൾ കവർ ഇൻഷുറൻസ് ലഭിക്കും. അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്, നിങ്ങൾ 3 കൊല്ലത്തെ ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് എടുക്കുന്നതിനേക്കാൾ ഒരു 50,000 രൂപ ലാഭം കിട്ടും. പിന്നെ നോ ക്ലെയിം ബോണസ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചൊരു വണ്ടി ആക്സിഡന്റ് പറ്റി അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ തൊട്ട് നോ ക്ലെയിം ബോണസിന്റെ കട്ടാവില്ല. നിങ്ങൾക്ക് 3 കൊല്ലത്തേക്ക് ഫുൾ കവർ ഉള്ളത് കൊണ്ട് ആ 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ ഡിപ്രിസിയേഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാം നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു 3+3 പാക്കേജ് എടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് 3 കൊല്ലത്തേക്ക് വണ്ടീന്റെ ഇൻഷുറൻസിനെ കുറിച്ചും ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല. ബേസ് ഈ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമ്മൾ പറയുന്ന പ്രൈസ് എല്ലാം ആ ഒരു 3+3 ഇൻഷുറൻസ് പാക്കേജോട് കൂടിയ പ്രൈസാണ് കേട്ടോ. അതിന് നിങ്ങൾക്ക് 13,40,000 രൂപയ്ക്ക് ഈ ബേസ് ഈ വേരിയന്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. സെക്കൻഡ് വേരിയന്റ് എസ് വേരിയന്റ്, ഹൈ റൈഡറിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് സെക്കൻഡ് വേരിയന്റ് ആണ്. കാരണം ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന ആ വേരിയന്റിലാണ്. സെക്കൻഡ് വേരിയന്റ് മാനുവലി നിങ്ങൾക്ക് 15,40,000 രൂപയ്ക്കും ഓട്ടോമാറ്റിക് 16,18,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. എസ് വേരിയന്റ് തൊട്ടേ നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡ് അവൈലബിൾ ആണ്. ആ വാഹനത്തിന് 20 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്.
ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് പ്ലാനൊക്കെ കൂടുതൽ വാലിഡ് ആയിട്ട് വരിക, അല്ലെങ്കിൽ കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരിക, അല്ലെങ്കിൽ കൂടുതൽ പൈസ ലാഭം തരുന്നത് ഈ വണ്ടിയുടെ വില കൂടുന്നതിനനുസരിച്ചാണ്. ഇപ്പോൾ സ്ട്രോങ് ഹൈബ്രിഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപ വരെയൊക്കെ ലാഭം, ഈ 3 കൊല്ലത്തിനുള്ള 1 ലക്ഷം രൂപ വരെയൊക്കെ ലാഭം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. റെഗുലർ വ്യൂസിന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടൊയോട്ട റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കരളി ടൊയോട്ടയുടെ നമ്പർ കൊടുക്കാം. ഹൈ റൈഡറിന് നിങ്ങൾക്ക് ബേസ് വേരിയന്റ് ടു ടോപ്പ് എൻഡ് വരെ ഈ സെയിം ഓഫറുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഹൈ റൈഡറിലേക്ക് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് സീസൺ. ഇത് ഓണം ഓഫർ എന്നുള്ള രീതിയിലാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓണത്തിന് വേറെ പ്രത്യേകിച്ചൊന്നും ഓഫർ വരാനായിട്ടുള്ള സാധ്യതയൊന്നും തന്നെ കാണുന്നില്ല. ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് വേരിയന്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് വാല്യൂ ഫോർ മണി ഹൈ റൈഡറിന്റെ ഈ ഒരു ബേസ് വേരിയന്റ് ആണ്. സെക്കൻഡ് വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് വാഹനങ്ങളും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും സിമിലർ ലുക്കും കാര്യങ്ങളൊക്കെയാണ് തരുന്നത്. അപ്പോൾ ബേസ് വേരിയന്റ് എടുക്കാൻ നോക്കുന്നവർ തീർച്ചയായിട്ടും ഹൈ റൈഡറിലേക്ക് പോവുക. കുറച്ചും കൂടി അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്, ഈ ഓഫർ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ചെറിയൊരു പേയ്മെന്റും കൂടി, അതായത് ഏകദേശം 1 ലക്ഷം രൂപയും അഡീഷണലി നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് എൻഡിന്റെ ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.